മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളും നോക്കിയിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അഭിമാനത്തോടെ ഭാരതത്തിൻ മക്കളെ അടരാടി നേടിത്തന്നതാണി മണ്ണ് പൂക്കളെ. ഏറെ സഹിച്ചു മൃത്യു വരിച്ചോരെയോർക്കണം. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം. അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ അടരാടി നേടിത്തന്നതാണി മണ്ണ് പൂക്കളെ. ഏറെ സഹിച്ചു മൃത്യു വരിച്ചോരെയോർക്കണം. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ടി കെ ഫൈസൽ, KPCCയുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ശ്രീ സോണി സെബാസ്റ്റ്യൻ, ജില്ലാ UDFന്റെ കൺവീനർ ശ്രീ ഗോവിന്ദൻ നായർ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീ ആർ ഗംഗാധരൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളായ ശ്രീ ജെയിംസ്, ശ്രീ ഗീതാകൃഷ്ണൻ, ശ്രീ മാമലി വിജയൻ, ശ്രീ ധന്യ സുരേഷ്, ശ്രീ പ്രദീപ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ കാർത്തികേയൻ, മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ മിനി ചന്ദ്രൻ, അതുപോലെ തന്നെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ, ഭാരവാഹികൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, നിങ്ങൾക്കറിയാമെന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ എക്കാലത്തെയും മികച്ച നേതാവ് ശ്രീ കെ കരുണാകരന്റെ 16ാം ചരമവാർഷികത്തിലും ഒരു നികത്താനാവാത്ത കുറവ് തന്നെയായി നമ്മൾക്കൊക്കെ ബോധ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാസർഗോഡ് ജില്ലക്കാർക്ക് ഏറെ അഭിമാനിക്കാൻ വകയുള്ള ഒന്നാണ് കാസർഗോഡ് ജില്ലയുടെ രൂപീകരണം. പിന്നോക്കം നിൽക്കുന്ന ഈ ജില്ലയുടെ വികസനത്തിന് വേണ്ടി ഈ ജില്ല രൂപീകരണത്തോടുകൂടി നമ്മൾക്ക് പല ആനുകൂല്യങ്ങളും നൽകി തുടർന്നതിൽ ശ്രീ കെ കരുണാകരൻ വഹിച്ച പങ്ക് വളരെ നിർണായകമാണ്. രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ വേണ്ടി വരെ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഈ രാഷ്ട്രീയ തന്ത്രജ്ഞതയോടുകൂടി അദ്ദേഹം ഒരു കിങ് മേക്കറായി രാജ്യത്ത് അറിയപ്പെടുന്ന നേതാവായി ശ്രീ കെ കരുണാകരൻ മാറുകയുണ്ടായി. അതോടൊപ്പം തന്നെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരായ ശ്രീ രാജീവൻ നമ്പ്യാർ, ഭക്തവത്സലൻ, ഗോപിനാഥൻ എല്ലാവരും ഇന്ന് പിരിക്കണം. ലീഡറുടെ ആസ്ഥാന മന്ദിരത്തിന്റെ അതിന്റെ ബിൽഡിങ്ങിന്റെ പണി ഇപ്പോൾ ജനുവരിയിൽ ആരംഭിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇവിടെ വന്ന നേതാക്കളോട് ഞാൻ പറയുന്നു, എല്ലാവരും അവരവരെ കൈവന്ന് എടുത്തു കൊടുത്താൽ തീർക്കരുത്. എല്ലാവരും ഇന്ന് മിനിമം 1000 രൂപ ഈ ജില്ലയിലെ 988 ബൂത്തിൽ നിന്നും കൊടുക്കുവാനുള്ള ഒരു സന്മനസ് നമ്മളെല്ലാവരും കാണിക്കണം എന്ന് പറയുന്നത് വളരെ ചെറുതായി. കോൺഗ്രസ് ചുരുങ്ങി 9 പേരെത്തിയ കാലഘട്ടത്തിലാണ് ശ്രീ കെ കരുണാകരൻ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി. യുവാക്കളെയും ചെറുപ്പക്കാരെയും വിദ്യാർത്ഥി നേതാക്കന്മാരെയും എല്ലാം പ്രോത്സാഹിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ വലിയ മനസ്സ് ശ്രീമാൻ അച്യുതൻ മേനോൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ചരിത്രത്തിന്റെ ഭാഗമാണ്. ശ്രീ A.K. ആന്റണിയും
ഉമ്മൻചാണ്ടിയും ശ്രീ കൊട്ടറ ഗോപാലകൃഷ്ണൻ അടക്കം 1970 തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേരള നിയമസഭയിലെ അംഗങ്ങളാണ്. 71 തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ശ്രീ വയലാർ രവി ചിറയൻകീഴ് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ചെറുപ്പക്കാരുടെയും വിദ്യാർത്ഥികളുടെയും വലിയൊരു മുന്നേറ്റം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വന്നു. അതോടൊപ്പം തന്നെ പഴയ തലമുറയിൽപ്പെട്ട ആളുകളെ അവരുമായി സമരസപ്പെടുത്തിക്കൊണ്ട് അവരെ എല്ലാം യോജിപ്പിച്ചുകൊണ്ട് ശ്രീ കരുണാകരന്റെ ചടുലമായ നേതൃത്വമാണ് 1977 തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 111 അംഗങ്ങളുള്ള ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഉണ്ടാവാനുള്ള കാരണം. നിയമസഭയിൽ 111 MLA-മാരോടെയാണ് ശ്രീ കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി 77 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ പോകേണ്ടി വന്നു. AK ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. പിന്നീട് കോൺഗ്രസിൽ പിളർപ്പുണ്ടായി. വീണ്ടും കോൺഗ്രസിൽ ഐക്യമുണ്ടായി. 1982 ആയപ്പോഴേക്കും വീണ്ടും ശ്രീ കെ കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായും ഒക്കെ ചരിത്രത്തിന്റെ ഭാഗം. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും, നെടുമ്പാശ്ശേരിയിൽ ഒരു വിമാനത്താവളം ഉണ്ടാവും. തിരുവനന്തപുരം വിമാനത്താവളം മാത്രമേ ഉള്ളൂ. ഒരിക്കൽ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് അടിയന്തരമായി ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് അദ്ദേഹത്തിന് വിമാനം കിട്ടാതെ വന്നൊരു സാഹചര്യത്തിലാണ് കേരളത്തിൽ ഒരു നല്ല വിമാനത്താവളം കൂടി വേണം എന്ന ആഗ്രഹം അദ്ദേഹത്തിന്. കൊച്ചിയിലെ പഴയ വിമാനത്താവളം നേവൽ ബേസ് ആയിരുന്നു. നേവൽ എയർഫോഴ്സിന്റെ ആളുകൾ ഉപയോഗിച്ചിരുന്ന വിമാനത്താവളമാണ്. ചെറിയ വിമാനത്താവളമായി. വിമാനത്താവളങ്ങളിൽ വരുംകാലങ്ങളിൽ വലിയ വിമാനങ്ങൾ വന്നിറങ്ങുന്ന സാഹചര്യം ഉണ്ടാവും. നമ്മുടെ രാജ്യം മുമ്പോട്ട് പോകുമ്പോൾ അതനുസരിച്ച് രാജ്യത്ത് വികസനം ഉണ്ടാവണമെന്ന കാഴ്ചപ്പാടിലായിരുന്നു ശ്രീ കെ കരുണാകരൻ എറണാകുളത്തെ നെടുമ്പാശ്ശേരി വിമാനത്താവളം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനമെടുത്തു. മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഡിവൈഎഫ്ഐയുടെയും എല്ലാ നേതൃത്വത്തിൽ വലിയ സമരമായിരുന്നു. അന്ന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിന്നീട് മന്ത്രിയായ ശ്രീമാൻ എസ് ശർമ്മ അദ്ദേഹം പറഞ്ഞു, എന്റെ ശവശരീരത്തിൽ വിമാനത്താവളം ഉണ്ടാക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങളുടെ കാലഘട്ടമാണ്. ആ പ്രക്ഷോഭങ്ങളെല്ലാം അതിജീവിച്ചു. ആ പ്രക്ഷോഭങ്ങളിൽ സാമ്പത്തികമായി അത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വളരെ സമഗ്രമായ ശ്രമം, ആ ശ്രമത്തിനെല്ലാം അതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥ വൃന്ദത്തിന് വലിയ പിന്തുണ കൊടുത്തത് ശ്രീ കെ കരുണാകരന്റെ നിശ്ചയദാർഢ്യമായിരുന്നു. വിമാനത്തിന്റെ ചെയർമാനായി വന്നതും വിമാനത്താവള വികസന കമ്മിറ്റിയുടെ ചെയർമാനായി വന്നതും നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഞാൻ പറഞ്ഞു വന്നത് ആയിരുന്നാലും കേരളത്തിലെ റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിലായിരുന്നാലും കേരളത്തിലെ റോഡ് വികസനങ്ങളുടെ കാര്യത്തിലായിരുന്നാലും നമ്മുടെ ഏഴിമലയിൽ അന്താരാഷ്ട്ര വലിയ നാവിക അക്കാദമി സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രതിരോധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഭാഗമാക്കി കേരളത്തെ മാറ്റത്തക്ക വിധത്തിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയുമായുള്ള ബന്ധം കൂടി അതിന് ശക്തി ഓർമ്മ കാര്യത്തിൽ യാതൊരു സംശയം. അങ്ങനെ വലിയ വികസനത്തിന് നേതൃത്വം കൊടുത്ത ശ്രീ കെ കരുണാകരൻ ഒരു വശം. അതോടൊപ്പം തന്നെ കേരളത്തിലെ പാർട്ടി പ്രവർത്തകർ, ഞാൻ പലപ്പോഴും ഓർക്കുന്നു, നമ്മളൊക്കെ കെ കരുണാകരനെ അനുകൂലിക്കുമ്പോഴും പിന്തുണയ്ക്കുമ്പോഴും ഇത്രമാത്രം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർ പരസ്യമായി ചീത്ത വിളിച്ചൊരു നേതാവും കെ കരുണാകരനെ പോലെ മറ്റാരുമില്ല. കാരണം മാങ്ങയുള്ള മാവിലെ കല്ലെറിയും. പക്ഷെ പലപ്പോഴും അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനം ദീർഘകാലാടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഗുണകരമായിരുന്നെങ്കിൽ പോലും പെട്ടെന്ന് പ്രവർത്തകന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തപ്പോൾ നമ്മുടേതുപോലെയുള്ള ഒരു പാർട്ടിയിൽ അച്ചടക്കം. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊരു വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ച, അതുപോലെ തന്നെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയേറെ നാക്കുകൊണ്ട് വേദനിപ്പിച്ച ദ്രോഹിച്ച ഒരു നേതാവ് കേരള രാഷ്ട്രീയത്തിലോ ഇന്ത്യൻ രാഷ്ട്രീയത്തിലോ ഉണ്ടാകുകയില്ല എന്ന കാര്യത്തിൽ പാർട്ടി പ്രായോഗിക രാഷ്ട്രീയം പ്രാവർത്തികമാക്കിയെടുക്കുന്നതിന് വേണ്ടി ഏറെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രിയപ്പെട്ട ലീഡർ വഹിച്ച പങ്ക്, അതുവഴി കേരള വികസനം എല്ലാം നമ്മൾ നേരിട്ട് അനുഭവിച്ച സാധാരണ പ്രവർത്തകർ എന്ന രീതിയിൽ ഞാൻ ചുരുക്കുന്നു. ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അടക്കമുള്ള പ്രിയപ്പെട്ട
പറയാൻ അവസരം തന്ന DCC പ്രസിഡന്റിന് ഒരു നന്ദി പറയണമെന്ന് പറഞ്ഞു. ആ നന്ദി ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ പറഞ്ഞു വരികയാണ്. ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്നത്തെ കാലത്ത് ഇന്നത്തെ തലമുറയില്ലാത്ത കുട്ടികൾ സിനിമ കാണാൻ ഇഷ്ടമില്ലാകുമ്പോൾ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു സിനിമ ഇത് കഴിഞ്ഞ കാലം വന്നതാണ്. അപ്പോൾ ക്യാപ്റ്റൻ ഞാനും കാണാൻ പോയ സമയത്തായിരുന്നു നമുക്കൊക്കെ ഭയങ്കരമായ ഒരു ഇത് വന്നത്. കാരണം ക്യാപ്റ്റൻ സന്തോഷ് ട്രോഫി കളിക്കാൻ വേണ്ടി ഗ്രൗണ്ടിലേക്ക് കടക്കുന്ന സമയത്ത് ക്യാപ്റ്റന് ഫോൺ വരികയാണ്. കേരള ചീഫ് മിനിസ്റ്റർ കെ കരുണാകരൻ വിളിക്കുന്നു പറയുമ്പം ഷൂ കെട്ടുന്നതിനിടെ വേഗം പോയി. സത്യൻ ക്യാപ്റ്റനായി വന്ന് നേരെ ഫോൺ എടുക്കുമ്പോൾ പറഞ്ഞു, ഞാൻ കെ കരുണാകരനാണ്, ഞാൻ കേരളത്തിന് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ക്യാപ്റ്റൻ ചോദിക്കുന്നു, അതെന്തിന് മുഖ്യമന്ത്രി എന്താ അങ്ങനെ ചെയ്തത്? എന്തായാലും നാളെ കേരളത്തിന് സന്തോഷ് ട്രോഫി കിട്ടും, അത് കൊണ്ടുവരും, അത് ആഘോഷിക്കുന്നതിന് വേണ്ടി കേരളത്തിലത്തെ മുഴുവൻ ജനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് കളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പേ തീരുമാനമെടുത്ത ആളാണ് മുഖ്യമന്ത്രി കെ കരുണാകരൻ. ആ നിലപാടോടും ആ കാഴ്ചപ്പാടോടും കൂടി ഇത്രയും മുതിർന്ന നേതാവായ കെ കരുണാകരന്റെ കീഴിൽ നമ്മളൊക്കെ ഇന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരായി വരുമ്പോൾ അഭിമാനത്തോടെ മുന്നോട്ട് പോകാം, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ മുന്നോട്ടുകൊണ്ട് മുമ്പോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിന് നന്ദി പറയാൻ അവസരം തന്ന പ്രസിഡന്റിന് പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് കോൺഗ്രസ് വീണ്ടും ജനറൽ സെക്രട്ടറിമാരായ ശ്രീ മാധവൻ നമ്മുടെ ജില്ലയുടെ ചുമതല വഹിക്കുന്ന KPCCയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോണി സെബാസ്റ്റ്യൻ, ജില്ലാ UDFന്റെ കൺവീനർ, ജില്ലയിലെ കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷന്മാരായ കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ കാർത്തികേയൻ പെരിയ, ജില്ലാ അധ്യക്ഷൻ A. വാസുദേവൻ, മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ
ഈ രൂപത്തിലാണ് നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷെ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി, അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിരും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, a glow of purity.